ഹലോ ഗൈസ്, ഞങ്ങളെത്തി ഗൈസ്. വേളാങ്കണ്ണി ഞങ്ങളെത്തി. ഇന്നലെ നൈറ്റ് എത്തി. നല്ല ഉറക്കമായിരുന്നു. റൂമിൽ കിടന്നു. ഇപ്പോൾ എണീറ്റ് റെഡിയായി. ഇനി വേളാങ്കണ്ണി വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേളാങ്കണ്ണി ചർച്ചും അത് സറൗണ്ടിങ്ങിലുള്ള സ്ഥലങ്ങളും പിന്നെ അവിടെ എന്തൊക്കെ സ്പെഷ്യലാണെന്ന് അതും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ് ഗൈസ്. കിടക്കണം ഗൈസ്. ചെറിയ ക്ഷീണമുണ്ട്. ഇന്നലത്തെ വീഡിയോ കാണാത്തവർ പോയി അത് ഉറപ്പായിട്ടും കാണണം. കുറച്ച് ബോറിംഗ് ആയിരിക്കും, എന്നാലും പോയി കാണണം. കേട്ടോ, കുറച്ച് ക്ഷീണമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് എന്തൊരു വിഷയമില്ല. നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം ഗൈസ്. നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാനില്ല, പോയി ഞങ്ങളങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കത് എവിടെ ഇരിക്കും. പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ചെക്കൗട്ട് ചെയ്യാം. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. പോവാം ഗൈസ്. കാക്ക എന്നൊരു അപ്പിയിട്ട് ഗൈസ് ക്ലാസ്സിൽ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത പള്ളിയിൽ പോയി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. പോടാ. ഓക്കെ. ഇവിടെ വ്യൂ ഒന്നും കാണാനില്ല, ഇതൊക്കെ തന്നെയുള്ളൂ വ്യൂ. എടുത്തില്ലേ ഇതാ ഭാഗത്തെ ഓഫായില്ലടത്. ലിഫ്റ്റിൽ ഇപ്പോൾ നടക്കാൻ വയ്യ. ഗൈസ് പോവേണം. 0 ഗ്രൗണ്ട് ഫ്ലോർ. റിസപ്ഷൻ അത് കുഴപ്പമില്ല. ഞങ്ങൾ പുറത്തിറങ്ങിയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ് ഗൈസ്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. നിങ്ങൾ ബൈക്ക് എടുക്കാൻ പോവേണം. നിൽക്കുന്നു ഗൈസ്. പൊളിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ആയതേ ഉള്ളൂ. ചെലന്തി വല അടിച്ച് ഞാൻ കാണിച്ചു. ഞാൻ വളരെ ക്യാമറമാൻ. നമ്മളെ ഹോട്ടൽ കാണിച്ചത് അവന്ന് ദൂരെ പോയിട്ട് ബാക്കിലോട്ട് കാണിച്ചത്. വണ്ടികളൊക്കെ ശരിക്കും വരയണം. റോഡൊക്കെ നോക്കി കണ്ട് ക്രോസ് ചെയ്യണം. ഫേമസ് സ്ഥലമായതുകൊണ്ട് ആയതുകൊണ്ട് ബാക്കി പറ. ബാക്കി മറന്നുപോയി ഗൈസ്. ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് ശരിക്കും വണ്ടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ നോക്കി കണ്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യണം. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ സന്തോഷ്. ഇങ്ങോട്ടല്ലേ? എന്നാ വേളാങ്കണ്ണി ചർച്ച് ശരിയാ ഗൈസ്. ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കുന്നില്ല. ആൾക്കാരുടെ ചോദിച്ച് പോകുമ്പോൾ വേണം ചർച്ച എവിടെ ഇരിക്കണമെന്ന്. നിർത്തൂല. അന്നാട്ടങ്ങിட்ட കേട്ട് പാക്കല ഗൈസ്. അന്നാട്ടങ്ങിട്ട അങ്ങനെ നടത്തു. ഗൈസ് നോക്ക് ഗൈസ്. പബ്ജിയിൽ മാത്രമേ ഈ സ്ഥലം ഞങ്ങൾ കണ്ടുള്ളൂ. കോളേജ് വെച്ചിട്ടുണ്ട് ഗൈസ്. വൈക്കോല് ഇവിടുന്ന് 3 കിലോമീറ്റർ പോകണം വേളാങ്കണ്ണി ജംഗ്ഷൻ എത്താൻ. അറിയാം 20 തീയതി മാർച്ച് മാസം 2026. മാർച്ച് 21
സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. 424 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇത്ര നൈറ്റിലൂടെ റീച്ച് ആയതാണ് ഗൈസ്. അവിടെ പോലീസുണ്ടോ വേളാങ്കണ്ണിക്ക് 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്റർ ബൈക്ക് റൈഡ് ചെയ്ത് പോകണം. അങ്ങോട്ട് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, അവിടെ പോയിട്ട് കാണാം ഗൈസ്. അത്ര ഇല്ലല്ലോ ഗൈസ്. ഇവിടുന്ന് 190 മീറ്റർ, 1 കിലോമീറ്റർ 90 മീറ്റർ ഡിസ്റ്റൻസിനകത്ത് പോകണം. ചർച്ചിനകത്ത് പോകാൻ. ഗൈസ്, ഇവന് ബസ് എന്ന് വെച്ചാൽ ജീവനാണ്. ഓ ഗൈസ്, സൂപ്പറാണ് കേട്ടോ. ബ്ലാന്നൊന്നും സംസാരിക്കാനല്ല ഗൈസ്. പള്ളിയിൽ പോവുക, തൊഴുക, കുറച്ചേരം ഇരിക്കുക, ഒരു പീസിന് വേണ്ടി. പോയിക്കൊണ്ടിരിക്കണേ. കാപ്പിയൊന്നും കുടിച്ചില്ല. കാപ്പി കുടിക്കാൻ പോകുമ്പോൾ അപ്പോഴ് അത് എടുക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത്. 10:30 ചെക്ക് ഔട്ട് ചെയ്യണം. അതിനൊക്കെ എത്ര കവർ ചെയ്യാൻ പറ്റും അത്രയും കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യണം. ഇവിടെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് ഗൈസ്. മഴ വരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഫുള്ള് ഹോട്ടലാണ് ഗൈസ്. എല്ലാം നല്ല ഗൈസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു KL വണ്ടി പോലും കണ്ടു. ഇവനെ കൊണ്ടിട്ട് മാത്രം KL. ഗൈസ്, നമുക്ക് അകത്തോട്ട് പോയിട്ട് കാണാം. ഗൈസ്, മിനിയേച്ചർ ചർച്ച്. സിസ്റ്റർമാരൊക്കെ ഞങ്ങൾ ഫോട്ടോ ചെയ്ത് ഞങ്ങൾ ചർച്ചിലോട്ട് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല തിരക്കുള്ള സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് ഒരു ഇൻട്രോവേർട്ട് വ്ളോഗ് ചെയ്യും ഗൈസ്. സത്യം ഗൈസ്, ഞങ്ങൾ വന്ന വഴിക്ക് ഒരു KL വണ്ടി പോലും കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ ശരിക്കും KL. ചേട്ടാ വിളിക്കണേ, വണ്ടി എന്താ വിളിക്കാൻ പറയാത്ത പള്ളിയോടെ ഞാൻ വേണ്ടി ചോദിക്കണോ? പള്ളി താണ്ടേ ഇതാണോ പള്ളി? ഞങ്ങളുടെ സ്റ്റേറ്റ് വേളാങ്കണ്ണി പള്ളിയിലെത്തി. പാർക്കിങ് എവിടെ? അകത്ത് പോകും. നമ്മൾ മനസ്സിലായി. ഗൈസ്, ഞങ്ങൾ എൻട്രൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടി അകത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളും ആൾക്കാരാണ്. 2 ഇൻട്രോവേർട്ടിന്റെ ചാനലാണ് ഗൈസ്. ഇങ്ങനെ ഒരു പറഞ്ഞൂടാ വ്ളോഗിങ്.
ബൈക്ക് പാർക്കിംഗ്. ഓ ഫ്രീ പാർക്കിംഗ് ആണ്. ഗൈസ് ഞങ്ങൾ വേളാങ്കണ്ണി എത്തി ഗൈസ്. നമ്മൾ വേളാങ്കണ്ണി ചർച്ചിൻ്റെ എൻട്രൻസ് നിൽക്കുകയാണ്. അതാണ് പള്ളി. ഇത് ഏതാണ് മെയിൻ പള്ളി? ഏതാണ് ഇവിടെ 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 ഇതാണ് മെയിൻ പള്ളി. അണികൂട്ടാ കുറേ പള്ളിയുണ്ട്. ഇതാണ് മെയിൻ പള്ളിയാണെന്ന് തോന്നുന്നു. ഇല്ലാണ്ട് അവിടെ നേർച്ച അവിടെ ദൂരെ കാണാം. അവിടെ നേർച്ച അങ്ങോട്ട് പോവാം. നല്ല ആൾക്കാർ. ഇതാണ് മെയിൻ പള്ളി. ഇനി അപ്പുറത്തൊരു പള്ളിയുണ്ട്. എല്ലായിടത്തും ഉണ്ട്. മെയിൻ പള്ളിയാണെന്ന് പറഞ്ഞൂടാ. മെയിൻ പള്ളി ഇതാണെന്ന് തോന്നുന്നു. അവിടെ ചെന്നിരിക്കാമോ? പള്ളിക്കകത്താണ്. നമ്മളൊന്നും പറയാനില്ല. ഇപ്പോൾ വെളി ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. ഇവിടെ വീട് കാലോടുണ്ടോ? അതുകൊണ്ടെന്ന് അറിഞ്ഞൂടാ. എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കില്ല. എല്ലാവരും വീഡിയോ ഫോട്ടോ ഫ്രോണ്ട് ഷോട്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പള്ളിയിലൊക്കെ ഭാഗത്ത് കയറി. ഇപ്പോൾ പുറത്ത് വന്നു. അകത്തെ ഷൂട്ടുണ്ട്. ശനിയാഴ്ച ആയാലും നല്ല തിരക്കാണ് കേട്ടോ. നേരത്തെ ഞായറാഴ്ച വന്നാൽ നല്ല തിരക്കൊന്നും വിചാരിച്ചു. പക്ഷേ ശനിയാഴ്ച നല്ല തിരക്കുണ്ട്. ഗൈസ് ഇവിടെ നല്ലൊരു മനുഷ്യനെ ഞങ്ങൾക്ക് കിട്ടി. പുള്ളിയും കണ്ടൻറ് ക്രിയേറ്ററാണ്. പുള്ളിയുടെ ഐ ഡി ഞാൻ സ്ക്രീൻഷോട്ട് തരാം. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞങ്ങളെ ആരെയും ഫോളോ ചെയ്യുന്നില്ല, അവരെങ്കിലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിനി അടുത്തിനി നല്ല നല്ല സ്ഥലങ്ങൾ അപ്പുറത്തോട്ട് നോക്കട്ടെ. ഇവിടെ കുറേ പള്ളിയുണ്ട്. നമ്മൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങാൻ പറ്റും. നമുക്ക് ചുറ്റിക്കറങ്ങി വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ ബീച്ചിൽ പോകാൻ നോക്കാം. ടൈം ഉണ്ടെങ്കിൽ ബീച്ചിൽ പോകണം. ബീച്ചിൽ പോകല്ലേ? അപ്പോൾ അടുത്ത് തന്നെ ബീച്ച്. സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. സമയമുണ്ട് ഗൈസ്. 10:30 ചെക്കൗട്ട് ചെയ്യണം ഗൈസ്. 10:30 11 മണി ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മുടെ ബാഗ് അവിടെ ഇരിക്കും. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി. പോവാം. ഇതിന് മേളിൽ കയറാം. എൻ്റെ മേളിൽ കയറാം. പിന്നെ വാളിന് പള്ളിയല്ലേ.
അപ്പോൾ അങ്ങനെ വേളാങ്കണ്ണി ഫുള്ളും കാണാം. അവിടെ പള്ളിയുണ്ടാവും. അവിടെ പള്ളിയുണ്ട്, അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ പള്ളിയുണ്ട്. ആ എഴുപത്തിനോടൊപ്പം അവിടെ ഒരു പള്ളിയുണ്ട്. എല്ലാം പള്ളിയല്ലേ. അതാണ് നേർച്ച. ഫ്രണ്ട്സ്, അതാണ് നമ്മൾ നേർച്ച. ഈ മുട്ടിലഴിഞ്ഞ് പള്ളിയുടെ ഫ്രണ്ട് വരെ അങ്ങ് പോകാം. അപ്പം അങ്ങോട്ട് പോവാം. ഞാൻ കഴിഞ്ഞോട്ടം വന്നപ്പം നേർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്യണില്ല, കാരണം കഴിഞ്ഞോട്ടം ബസ്സിലാണ് വന്നത്. അപ്പം മുട്ടൊക്കെ നന്നായിട്ട് മുറി. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോഴാണ് കുഴപ്പം. ബൈക്കിൽ ഓർമ്മ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, മുട്ടൊക്കെ മുറി. നമ്മൾ ഇന്ന് നേർച്ച ചെയ്യണില്ല. ബസ്സിലോ അങ്ങനെയല്ലോ പറഞ്ഞെങ്കിൽ നേർച്ച ചെയ്യായിരുന്നു, കുഴപ്പമില്ല. നമ്മളിപ്പം ബീച്ച് സൈഡ് പോകാൻ പോകുന്നതാണ്. ബീച്ച് സൈഡ് ആരെ അങ്ങനെ എടുക്കാം. നമ്മളിപ്പോൾ നടന്ന് ബീച്ചിന് എവിടെയാണ് കണ്ടുപിടിക്കുന്നത്. ബീച്ച് സൈഡ് പോയിട്ട് വരാം. ഇപ്പോൾ ആണെങ്കിൽ വെയിലില്ല കേട്ടോ, മഴക്കോളെന്ന് പറയുന്നത്. പക്ഷേ മഴയില്ല, പക്ഷെ നല്ല ക്ലൈമറ്റ്, അടിപൊളി. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. നാളെ ഞായറാഴ്ചയാണ് നല്ല തിരക്ക്. അങ്ങോട്ടോ അവിടെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞു. നേർച്ച നമ്മൾ നേർച്ച സ്ഥലം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് ബീച്ചിലോട്ട് പോകാം. നമ്മൾ ഫോട്ടോ എടുത്ത പള്ളി വേളാങ്കണ്ണി പള്ളി, ഇതാണ് മെയിൻ പള്ളി. മെയിൻ പള്ളി അല്ലേ ഗൈസ്? ഞാൻ ഇവിടെ വന്നിട്ടില്ല, അടുത്ത് കാണിക്കാതെ മേടിച്ചു പോയത്. ഫ്രണ്ട്സ്, ഞാൻ രണ്ടാം തൊട്ടാണ്. ആദ്യം ഫാമിലി ആയിട്ടാണ് അങ്ങനെ വന്നത്. ഗൈസ്, ഇവിടെയാണ് നേർച്ച എടുക്കണം. ഗൈസ്, ഇവർക്ക് എന്തെങ്കിലും നേർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ വേളാങ്കണ്ണി വന്ന് ഈ നേർച്ച ചെയ്ത് പോയി. ഗൈസ്, പണിക്കൂട്ടം പറഞ്ഞ പോലെ നമുക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. വി കാൺ ഗൈസ്. നമ്മൾ നേർച്ച ചെയ്ത മുട്ടൊക്കെ പോകും, പിന്നെ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് 500-600 കിലോമീറ്ററിനടുത്ത് ഇനി വീട്ടിൽ. ഇനി ഇവിടെ നിന്ന് ബീച്ച് ഗൈസ്, നമ്മൾ ബീച്ചിലോട്ട് പോകണം. സമയം നോക്കണം. സമയം 9:30. 9:30. പോയിട്ട് അരമണിക്കൂറിൽ ബീച്ച് കവർ ചെയ്തിട്ട് റൂമിൽ പോയി തിങ്സ് എടുക്കണം ഗൈസ്. അപ്പോൾ ബീച്ചിൽ പോയിട്ട് കാണാം. ഗൈസ്, നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാവേ. വേണ്ട ആയിരിക്കുന്നുണ്ടോ ഗൈസ്? യേശുവിൻ്റെ പ്രതിമയാണ് ഗൈസ്. അടുത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം. ബീച്ചിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ ബീച്ചിൽ പോയിട്ട് നമുക്ക് കാണാം. ബീച്ചിൽ പെട്ട് കാണാം. ഇല്ല, ശരിക്കും നടക്കണം അങ്ങോട്ട്. നല്ല വെയിലുണ്ട് അവിടെ. നമുക്ക് ബീച്ചിൽ പോയിട്ട് കാണാം. വെയിലില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബീച്ചിൽ പോയിട്ട് കാണാം. ഇതാണ് ഗൈസ് സെക്യൂരിറ്റി ഓഫീസ് അല്ലേ? അതങ്ങോട്ട് ബീച്ചിന് പോകണം റോഡാണ്. ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. ഇവിടെ സൈഡ് ഫുള്ള് ഇങ്ങനത്തെ കടകളാണ്. ഈ മാലയും അതൊക്കെ വിൽക്കുന്ന കട.
ടോയ്ക്കട ബീച്ചിലോട്ട് പോയാണ്. ഫ്രണ്ട്സ് നമ്മൾ ബീച്ചെത്തി. ഫ്രണ്ട്സ് ഇത് തന്നെ ബീച്ച്. പക്ഷേ കടലിൽ കയറി കിടക്കും. നേരത്തെ കടലൊന്നും ഇപ്പോഴും കയറിയിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞോട്ടൊക്കെ വന്നപ്പോൾ ബീച്ച്. പ്രോട്ടീൻ റൈസ് വാങ്ങാം. ഏതാ അത് പൊട്ടിച്ചെന്നോളാ. പൊട്ടിച്ച് കഴിക്കണം. ഇതോളോ 50 രൂപ. അതിൽ വളഞ്ഞിരിക്കും. അത് നല്ല പഴുത്ത ഇത് അടിപൊളി. തിന്നാ മതി. കേട്ടാ ചില്ലറ കൊടുക്കും. ചില്ലറുണ്ടോ? കണ്ടില്ല. മറന്നാ ഞാൻ വരണ്ട. എത്ര ഉണ്ട്? അതിപ്പോൾ 60. മുളക് ഇടണോ? മുളക് വേണ്ടല്ലോ. മുളക് വേണ്ട. ഇപ്രാവശ്യം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച്. ഞാനും കുറേ സാധനങ്ങൾ മേടിച്ചു. ഞാനും കുറച്ച് വീട്ടുകാർ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. നമ്മൾ കട കാണാൻ ഒന്നുമില്ല അവിടെ. ഒരു രസമല്ല കടലാണ്. ഇനി കിച്ചനൊക്കെ മേടിക്കാം. ഇനി വീണ്ടും നമ്മൾ റൂമിലോട്ട് പോവേ. പള്ളിയുടെ പണി നടക്കുകയാണ്. മെയിൻ്റെനൻസ് പരിപാടി. കാരണം എന്തൊക്കെ മേടിച്ചേ? ഞാൻ അമ്മയ്ക്ക് കുറച്ച് അതിൻ്റെ പേരറിഞ്ഞൂടാ. സ്ലൈഡും പിന്നെ ഒരു സാധനം വാങ്ങിച്ചു. അതിൻ്റെ പേരറിഞ്ഞൂടാ. പിന്നെ പപ്പയ്ക്ക് ഒരു കൊന്ത വാങ്ങിച്ചു. പിന്നെ ബൈക്ക് 2 കീച്ചെയിൻ വാങ്ങിച്ചു. അതേ വെള്ളയെന്ന് മാറുക. അതെന്ത് ഒരു കുഴപ്പമില്ല. നോക്കണം പറയുന്നു. അന്ന് ചുമ്മാ ഒരു 5 രൂപയ്ക്ക് നോക്കാം. അത് വെയിൽ. ഈ വെള്ളമായിട്ട് ഇങ്ങനെ എന്തിനാണെന്നറിയാമോ? കാല് വെള്ളമായിരിക്കും. ചെരുപ്പിടാൻ നടക്കുമ്പം വെള്ളം കൂടെ നടന്നാൽ കാല് ചൂടറിയില്ല. അതിനാണ് വെള്ള പെയിൻ്റ് അടിച്ചത്. അതുപോലെ കോട്ടിങ് വൈറ്റ് കോട്ടിങ്. വൈറ്റിൽ ഈ ചൂട അറിയില്ല, വെക്കൂല. നമ്മളിനിപ്പോൾ അതേ ഇവിടെ ഇറങ്ങണം. നമുക്ക് സമയം ചെക്കോട്ടാൻ സമയം. നാളെ ഞായറാഴ്ച ഉണ്ട്. ഇതിനെക്കാട്ടി നല്ല തിരക്കായിരിക്കും. അല്ലേ? നമ്മളൊന്നും തിരക്കില്ല എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വന്നത്. നല്ലത്. ഇന്നും തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വേളാങ്കണ്ണി നമ്മൾ പോവേണ്ട. ഇനി അടുത്തപ്പോഴെങ്കിലും വരാം. അടുത്തിനി ബൈക്കില്ല, അടുത്തിന് ട്രെയിനാണ് പറഞ്ഞത്. ഇനി അടുത്തപ്പോഴും വേളാങ്കണ്ണി വേണം. അങ്ങടാ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് നേരെ ബൈക്ക് പാർക്കിംഗ് പോയി ബൈക്ക് എടുത്തിട്ട് നമുക്ക് ഹോട്ടലിൽ പോകാം. ഫ്രണ്ട്സ്, നമ്മൾ പാർക്കിൽ വന്ന് ബൈക്ക് ആയതുകൊണ്ട് നേരത്തെ മേടിച്ച് മാങ്ങ കഴിക്കണം. അടിപൊളി. അടിപൊളി ടേസ്റ്റ്. ബൈക്ക് എടുത്ത് ഇനി നേരെ റൂമിലോട്ട് പോവാം. ഇനി റൂമിലോട്ട് പോകും. വേളാങ്കണ്ണി ഇറങ്ങി. ഇനി അടുത്തപ്പോഴെങ്കിലും വരുമ്പം കാണാം. അറിയില്ലേ നീ മറ്റേ 4 മണിക്ക് വരുന്ന കളിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോഴേ
ഫ്രണ്ട്സ് നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്തതാണ്. നമ്മൾ അടുത്ത് വേറെ റൂം എടുത്ത് ഇവിടെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത്. ഇനി രണ്ടാമത് ബുക്ക് ചെയ്തപ്പോൾ നല്ല റേറ്റ്, നമ്മൾ വേറെ സ്ഥലത്ത് ബുക്ക് ചെയ്തു. പിന്നെ വൈകിട്ടത്തെ വേളാങ്കണ്ണി കാഴ്ച നമ്മൾ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മളവിടെ റൂമിൽ കുറച്ച് റെസ്റ്റ്. പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്. കുറച്ച് ശരീരം ക്ഷീണമുണ്ട് ഗൈസ്. അപ്പോൾ നല്ല റെസ്റ്റ് എടുത്തിട്ട് പോകാൻ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ഇന്ന് നാളെ രാവിലെ ഇവിടെ തിരിക്കും. അതുവരെ ഇന്ന് ഫുൾ റെസ്റ്റ് ഞങ്ങൾക്ക്.